തെരഞ്ഞെടുപ്പാണല്ലോ ഇപ്പൊ മെയിൻ. എല്ലാവരും തെരഞ്ഞെടുപ്പ് ചൂടിലാണല്ലോ. തെരഞ്ഞെടുപ്പാകുമ്പോൾ പലതരത്തിലുള്ള ചർച്ചകൾ ഉയർന്നു വരും. ഇതിനകത്ത് വികസനം വരും, അഴിമതി വരാം, സർക്കാരിന് മുൻകാലങ്ങളിലെ സർക്കാരിൽ നിന്ന് താരതമ്യപ്പെടുത്തിയുള്ള അവലോകനം വരാം. അങ്ങനെ പല ലോജിക്കലായ ചർച്ചകളും ഇതിനകത്ത് വരാം. പക്ഷെ തെരഞ്ഞെടുപ്പിൽ ഇല്ലോജിക്കൽ ചർച്ചകൾ മാത്രം ഉപയോഗിച്ച് പ്രചാരണം നടത്തുന്ന ഒരു പ്രത്യേകതരം രാഷ്ട്രീയ സാഹചര്യം ഇത്തവണയുണ്ട്. പ്രധാനമായും നമ്മുടെ ജീവിതത്തിൽ യാതൊരു ഉപയോഗവും ഇല്ലാത്ത ജാതി, മതം, വർഗം, വർണ്ണം എന്നിവയാണ് ചിലർക്കൊക്കെ ചർച്ചാ വിഷയം. ഒരു നാട്ടിൽ എന്തിനാണൊരു MLA, എന്തിനാണൊരു സർക്കാർ എന്ന് പോലും അറിയാത്ത ഒരു കൂട്ടം ആളുകളുടെ ഇലക്ഷൻ പ്രചാരണ രീതികളാണ് ഇതൊക്കെ. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സാധാരണ മനുഷ്യരൊന്നും അല്ല വന്നതെന്ന് നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ. അസാമാന്യ തൊലിക്കട്ടിയുള്ള ടീംസാണ് യോഗിയുടെ നാട്. ഇതിനെയൊക്കെ എങ്ങനെ ന്യായീകരിക്കുമെന്ന് അറിയാത്ത രാജീവ് ചന്ദ്രശേഖർ പോലും എനിക്ക് അവരെ അറിഞ്ഞൊന്നും കൂടാ എന്നും പറഞ്ഞ് കൈ നിർത്തി. മറ്റു ചിലയിടങ്ങളിൽ ഈ ബുദ്ധിമുട്ടുണ്ടാവില്ലായിരുന്നു. ലോക്സഭാ മന്ദിരത്തിന്റെ ഉദ്ഘാടനമൊക്കെ നമ്മൾ കണ്ടതല്ലേ. രാജ്യത്തിന്റെ പ്രസിഡന്റ് പോലും ഇല്ല, പക്ഷെ അതുപോലത്തെ കുറെ പേരുണ്ടായിരുന്നു. ഇവിടെ ആവുമ്പം ആളുകൾക്ക് വിവരവും ബോധവും കാര്യപ്രാപ്തിയൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഇത് ഓടൂല. മറ്റൊരിടത്ത് ഗുരുവായൂർ പോലൊരു വലിയ തീർത്ഥാടന കേന്ദ്രത്തിലെ തീർത്ഥാടനത്തിനും വികസന കാര്യങ്ങൾക്കും യാതൊരു ഫോട്ടോവും നട്ടാതെ പൊന്നുപോലെ നോക്കിയ MLA-മാരായിരുന്നു അബ്ദുൾ ഖാദറും NK അക്ബറും ഒക്കെ. നിലവിലെ BJP സ്ഥാനാർത്ഥിക്ക് പക്ഷെ അതൊരു മോശപ്പെട്ട കാര്യമാണ്. അമ്പലം ഇരിക്കുന്ന സ്ഥലത്ത് താൻ ഉദ്ദേശിക്കുന്ന മതത്തിൽപ്പെട്ട MLA തന്നെ വേണം എന്നാണ് പുള്ളിയുടെ ആവശ്യം. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ സന്ദർശകരുടെയും തീർത്ഥാടകരുടെയും ഒക്കെ തിരക്ക് കൂടിയിട്ടും അതിനെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യുന്നു എന്നതിനേക്കാൾ വലിയ മാനദണ്ഡം പ്രത്യേക മതസ്ഥനായിരിക്കുക എന്നുള്ളതാണ്. പുള്ളി ഒഴികെ ബാക്കി മലയാളികളൊക്കെ ഗുരുവായൂർ മണ്ഡലത്തിന്റെ മതനിരപേക്ഷ പാരമ്പര്യത്തിൽ അഭിമാനം കൊള്ളുമ്പോൾ BJPക്ക് മാത്രം അത് വേദനിക്കും. അത് DNA-യിലുള്ളൊരു വർഗീയത കൊണ്ടാണ്, ഒന്നും ചെയ്യാൻ പറ്റൂല. ഇങ്ങനെ നെറികെട്ട വർത്തമാനം പറയുന്നതിനെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് നടപടി എടുത്തു എന്ന് ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ട്. ഏത് BJPയുടെ മറ്റേ ഫ്രണ്ട്സ് ആയിട്ടുള്ള ഇതേ പ്രശ്നമാണ് നെയ്യാറ്റിൻകരയുടെ BJP സ്ഥാനാർത്ഥി. അവിടുത്തെ LDF സ്ഥാനാർത്ഥി സ്വന്തം ജാതിക്കാർക്ക് മാത്രം കാര്യങ്ങൾ ചെയ്യുന്നു, എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയാണ് ഇവർ പാർട്ടിക്കൊപ്പം നടക്കുന്നത് എന്നൊക്കെയാണ് BJPയുടെ ആക്ഷേപം. എന്തുമാത്രം ജീർണിച്ച മനസ്സാണെന്ന് ആലോചിക്കണം. ഒരു കാലത്ത് കഷ്ടപ്പെട്ടിരുന്ന ആളുകളും സമൂഹം അവഗണിച്ചിരുന്ന ആളുകളും മുന്നോട്ട് വരുന്നതും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതും ഒക്കെ കാണുമ്പോൾ ഉന്നത കുലജാതരെന്ന് സ്വയം കരുതുന്നവർക്ക് മാത്രം സ്ഥാനമുള്ള പാർട്ടിക്കാർക്ക് വേദനിക്കുന്നത് സർവ്വസാധാരണം. ആ ചിന്താഗതിയും കൊണ്ട് കേരളത്തിൽ വോട്ട് പിടിക്കാൻ ഇറങ്ങിയ ചിലപ്പോൾ ആളുകൾ എടുത്തിട്ട് അലക്കിയെന്നൊക്കെ വരും. ഇതൊക്കെ ഒരു മഞ്ഞുമലയുടെ ചെറിയ 2-3 ഭാഗങ്ങൾ മാത്രം. BJP കളത്തിലിറക്കിയ ബിഗ് ബോസ് താരങ്ങളുടെ രാഷ്ട്രീയ ബോധവും പൊതുപ്രവർത്തനവും ഒന്നും ഇപ്പൊ വെറുതെ ചർച്ച ചെയ്ത് നമ്മുടെ മാനം കളയണ്ട. അതുകൊണ്ട് BJPയുടെ കളർഫുൾ തീം കണ്ട് വോട്ട് ചെയ്യാൻ പ്ലാൻ ഉള്ളവർ പോളിംഗ് ബൂത്തിൽ എത്തുമ്പോഴെങ്കിലും ഒന്ന് ആലോചിക്കണം. ഗുരുവായൂരിൽ ഇവർ പറയുന്ന MLA വേണോ, അതോ ഇപ്പൊ വന്ന റെയിൽവേ മേൽപ്പാലവും മാലിന്യ സംസ്കരണ പ്ലാന്റും വേണോ എന്ന്? വർഗീയത വേണോ, അതോ സ്കൂളും റോഡും വേണോ എന്ന്? ഇത്രയും സിമ്പിളാണ് ജനാധിപത്യം. നമ്മളല്ലേ ഈ നാടിന് ഈ നല്ല അവസ്ഥ ഉണ്ടാക്കി കൊടുത്തത്. നമ്മൾ തന്നെ അത് ഇനിയും ചെയ്യണ്ടേ?